ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളീ കാണുന്നതാണ് 3M എന്ന ബ്രാൻഡിൻ്റെ എൻജിൻ ഓയിൽ ഫ്ലഷ്. ഇത് 4 സ്ട്രോക്ക് 2 വീലറുകൾക്ക് അനുയോജ്യമായ എൻജിൻ ഓയിൽ ഫ്ലഷ് ആണ്. ദീർഘകാലത്തെ ഉപയോഗം മൂലം വാഹനത്തിൻ്റെ എൻജിനിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ പുറംതള്ളാനായിട്ടാണ് ഇതുപോലെയുള്ള എൻജിൻ ഓയിൽ ഫ്ലഷുകൾ ഉപയോഗിക്കുന്നത്. ഇത് 50 ml ഒരു ബോട്ടിലാണ്. 100 മുതൽ 150 cc വരെയുള്ള എൻജിൻ ഈ 50 ml ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവരിതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ എന്തായാലും ഇതിൻ്റെ പുറമേയുള്ള പ്ലാസ്റ്റിക് കവർ ഒന്ന് റിമൂവ് ചെയ്യാം. ഈ ബോട്ടിലിൽ എഴുതിയിരിക്കുന്ന ഇതിൻ്റെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് 430 രൂപയാണ്. കുറച്ചധികം നാളായി ഞാൻ എൻ്റെ ബൈക്കിൻ്റെ എൻജിൻ ഓയിൽ മാറിയിട്ട്. ആ സ്ഥിതിക്ക് എൻ്റെ ബൈക്കിൻ്റെ എൻജിൻ നല്ലൊരു ഫ്ലഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം പുതിയ ഓയിൽ ഒഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കെ ഓൺലൈനിൽ നിന്നും വളരെ അഫോർഡബിൾ റേറ്റിന് എനിക്ക് ഈ എൻജിൻ ഫ്ലഷ് വാങ്ങാൻ സാധിച്ചു. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, എൻ്റെ കയ്യിൽ നിന്നും കാശ് കൊടുത്ത് സ്വന്തം റിസ്കിൽ വാങ്ങി ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണിത്. ഇനി ഇതിൻ്റെ ക്യാപ്പ് ഊരി മാറ്റാം. ഫ്ലഷ് ചോർന്നു പോകാത്ത വിധം ഇത് നല്ലതുപോലെ സീൽ ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലേഡ് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ സീലിംഗ് റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഫ്ലഷ് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ അളവ് കൃത്യമാണോ എന്ന് നോക്കാം. അതിനായിട്ട് നമുക്കിതൊരു ട്രാൻസ്പെറൻറ്റ് ബോർഡിലേക്ക് മാറ്റാം. ഇനി ഇതൊരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിലേക്ക് മാറ്റാം. ഇത് 200 ml ഒരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിലാണ്. ഒരു ചെറിയ ഫണൽ ഉപയോഗിച്ച് നമുക്ക് ഈ ഫ്ലഷ് ഇതിലേക്ക് മാറ്റാം. ഇത് വളരെ കട്ടി കുറഞ്ഞ ഒരു ദ്രാവകമാണ്. അതുപോലെ തന്നെ കാഴ്ചയിൽ പെട്രോളിനെ പോലെ മഞ്ഞ നിറമാണ് ഇതിന്. ഇവരിതിൽ രേഖപ്പെടുത്തിയതനുസരിച്ച് ഇത് 50 ml ഫ്ലഷ് ഉണ്ടെങ്കിൽ അത് ഈ ബോട്ടിലിൻ്റെ 4-1 വരേണ്ടതാണ്. എനിക്കിത് കണ്ടിട്ട് അളവിൽ കുറവുള്ളതുപോലെ തോന്നുന്നു. നിങ്ങൾക്കിത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇത് കണ്ടിട്ട് കൃത്യം 50 ml തന്നെ ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല. എന്തു തന്നെ ആയാലും 430 രൂപ വില വരുന്ന ഈ എൻജിൻ ഫ്ലഷ് വെറും 209 രൂപയ്ക്കാണ് എനിക്ക് ആമസോണിൽ നിന്നും ലഭിച്ചത്. ഈ ഫ്ലഷ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഞാൻ എൻ്റെ ബൈക്കിൻ്റെ എൻജിൻ ക്ലീൻ ചെയ്യുന്നതെന്ന് മറ്റൊരു വീഡിയോയിൽ ഉടനെ തന്നെ കാണാം. നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് ഈ ഫ്ലഷ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലഷിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ കണ്ടുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ, കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.